നിങ്ങൾ എത്ര പേരെ കുരുതി കൊടുത്തിട്ടായി കേരളത്തിൽ ജയിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിക്ക് എൻ്റെ ബഹുമാന്യ സുഹൃത്തെ. ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നതിനെതിരായി എൻ്റെ മോറൽ സൈഡ് ചോദ്യം ചെയ്തുകൊണ്ട് BJP ക്യാമ്പയിൻ ആരംഭിച്ചു. അതൊരു പെൺകുട്ടി എങ്ങനെ സഹിക്കും? അവരുടെ മുറിവിൽ ഒന്നാന്തരം എരിവാരി തേക്കുന്ന വിധത്തിൽ അവരെ ആക്ഷേപിച്ചത് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണ്, അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. മാനസിക വിഭ്രാന്തിയുള്ള ഒരാളിൻ്റെ കത്താണോ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്? ജയചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള സകല BJP പ്രവർത്തകരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSS പ്രവർത്തകനായിരുന്നു, BJP പ്രവർത്തകനായിരുന്നു എന്നത് കേരളീയ സമൂഹത്തിൽ RSSനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വളരെ ഡയറക്റ്റായി എന്നോട് ചോദിക്കാൻ കഴിഞ്ഞു. ശ്രീ PK ഗോപൻ, ഒരു എല്ലാ അന്വേഷണത്തെയും BJP സ്വാഗതം ചെയ്യുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയോ അന്വേഷണത്തിനെതിരെ നീങ്ങുകയോ ചെയ്യില്ല. എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. അത് അന്വേഷിക്കാനല്ലേ പോലീസ് സംവിധാനം എന്നുള്ളതാണ് ഈ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത്. ശ്രീമതി മാധു, അന്വേഷണവും വസ്തുതകൾ കണ്ടെത്തലുമൊക്കെ രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണോ, പ്രേരിതമാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? നേരത്തെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സജീവ ചാനൽ ചർച്ചകനും നേരത്തെ BJPയുടെ ചാനൽ പ്രഭാഷകനുമായിരുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ ചെറുതായി മഹാത്മാഗാന്ധിയെ ഞങ്ങളൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം BJPയുടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവരുടെ പാനൽ തയ്യാറാക്കുന്നതിലോ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമോ 5 പേരുടെ ലിസ്റ്റോ 3 പേരുടെ ലിസ്റ്റോ ഒരാളിലേക്ക് എത്തുക, അതെല്ലാം BJPയുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അവരത് നന്നായി ചെയ്യട്ടെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഓരോ പാർട്ടിക്കും ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഇവിടെ ശ്രീമതി മാധു തന്നെ ഉന്നയിച്ച ഒരു പ്രശ്നമാണ് കേരളീയ സമൂഹം ഉറ്റുനോക്കുന്നത്. ശ്രീ ആനന്ദ് K തമ്പിയെ അവർ പലവട്ടം തള്ളി പറഞ്ഞു. ഒരു സെറ്റ് പറഞ്ഞു BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. മറ്റൊരാൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ക്രൂരമായ ഒരു കാര്യമായിപ്പോയി. ആനന്ദ് തമ്പിക്ക് ജീവനില്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, ബോഡിയും ഇല്ലാതായി. ഈ ലോകത്ത് നിന്നും ആ ബോധം എന്നേക്കുമായി മറഞ്ഞു. പക്ഷേ ആ മനസ്സും ശരീരവും ജീവിതവും പങ്കിട്ട കുറച്ച് ആളുകൾ ആ കുടുംബത്തിനകത്തുണ്ട്. അവരെ വിഷമിപ്പിക്കും വിധം, അവരുടെ മുറിവിൽ ഒന്നാന്തരം എരിവാരി തേക്കുന്ന വിധത്തിൽ അവരെ ആക്ഷേപിച്ചത് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണ്, അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. മാനസിക വിഭ്രാന്തിയുള്ള ഒരാളിൻ്റെ കത്താണോ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്? ആ കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ജന്മമാണ് എൻ്റെ കുറ്റമെന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ചാർത്തി കൊടുത്തിട്ട് ആത്മഹത്യയെ അഭയം പ്രാപിച്ച രോഹിത് മുല എന്നൊരു യുവാവുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അയാൾ ജാതിയുടെ പീഡനത്തിലും ജാതി പ്രശ്നത്തിലുമാണ് അന്തരിച്ചതെങ്കിൽ അതിലൊന്നും ഒരു തരി പോലും മാറി നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ BJP. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടീച്ചറിലൂടെ നമ്മളത് പുറത്തു വന്നു. BJPയുടെ പല നേതാക്കളുടെ പുറത്തു വരുന്നു. അങ്ങനെയുള്ള ജാതി സമൂഹത്തിൽ ജീവിക്കുന്നത് പോലും പ്രയാസകരമായി ഒരു പാർലമെൻറ്റ് മെമ്പർ പറയുകയാണ്, എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് തന്നെ ജനിക്കണം. ഇത്തരം ജാതി ബോധങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സെറ്റാണല്ലോ BJP. അതുപോലെ കുലസ്ത്രീകൾ, കുടുംബസ്ത്രീകൾ, കുടുംബമഹിമ, ഇതെല്ലാം അവരുടെ വാക്കുകളിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ ഇപ്പോൾ അവരെ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിട്ട് ചിത്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? BJPയുടെ പ്രവർത്തക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിട്ടു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു സംഘടന, നിങ്ങൾക്ക് തന്നെ യോജിക്കാവുന്ന മറ്റൊരു ഹിന്ദു തീവ്ര സംഘടനയിലേക്ക് അദ്ദേഹം ചേക്കേറി. അങ്ങനെ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പരിശ്രമിച്ചപ്പോൾ BJPയുടെ വോട്ടിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 16-17 വയസ്സ് മുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, അതും പിന്നെ MG കോളേജിൽ, BJPക്ക് RSSന് നല്ല വേരോട്ടമുള്ളൊരു കോളേജിൽ 10-16 വയസ്സുള്ളപ്പോൾ UUC ആയിട്ട് മത്സരിക്കുക. അതുപോലെ നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് അദ്ദേഹത്തെ RSSൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുക. അവിടെ പോയി സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം നടത്തി തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കേഡറായിട്ട് നിലനിൽക്കുന്ന ആളിന് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായാൽ നിങ്ങൾക്ക് ദോഷം വരുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആരോപിക്കുന്ന മണ്ണ് മാഫിയ സെറ്റിൽപ്പെട്ട 3 BJP പ്രവർത്തകർ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചപ്പോഴാണ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാനസിക വിഭ്രാന്തിയിലേക്ക് അദ്ദേഹം എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്ത് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്.
വളരെ കൃത്യമായി ആ കത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ എൻ്റെ ഇപ്പോഴത്തെ സഹപാനലിസ്റ്റ് ബഹുമാന്യ ജയചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള സകല BJP പ്രവർത്തകരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSS പ്രവർത്തകനായിരുന്നു, BJP പ്രവർത്തകനായിരുന്നു എന്നത് കേരളീയ സമൂഹത്തിൽ RSSനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വളരെ ഡയറക്റ്റായി എന്നോട് ചോദിക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ ഫ്ലെക്സ് ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് വളരെ ഡയറക്റ്റായി ചോദിക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മാധുവല്ലേ പറഞ്ഞത് ഞങ്ങൾ ഐക്യപ്പെട്ടില്ല എന്നുള്ളത് എന്ന്. ഒരു വിഭാഗം ഐക്യപ്പെടുകയാണ്. അവിടെ ഈ തൃക്കണ്ണാപുരം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് ബോർഡ് വരുന്നു. ഇത് കരമന ജയൻ അടക്കമുള്ള BJPയുടെ നേതാക്കൾ അവിടെ പോകുന്നു, അവിടെ സന്ദർശിക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നു. എന്നിട്ട് അവിടെ വരുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം ആ യഥാർത്ഥത്തിൽ ആ വീടിന്റെ പരിസരത്തേക്കോ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല. ആരുടെയെങ്കിലും പ്രതികരണം തേടാൻ കഴിയുന്നില്ല. ഒരു വളരെ താൻപോരിമയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരോ ബന്ധുക്കളോ മറ്റുള്ളവരോ ആരെങ്കിലും തുറന്നെന്തെങ്കിലും പറയും. കാരണം ഈ നിലയ്ക്കാണല്ലോ പ്രതികരിക്കുന്നത്. മരിച്ചുപോയ ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രതികരണം അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്നതായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും അവിടെ വരരുത് എന്ന് വിചാരിച്ച് ഒരു കേഡർ കൃത്യമായി അവിടെ ഈ പറയുന്ന ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. മറ്റൊരു വിഭാഗം കൃത്യമായി തള്ളിപ്പറയുകയും അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. അതൊരു ദ്വിമുഖതന്ത്രമാണ്. അല്ല, അവിടെ ആ കുടുംബ സാഹചര്യത്തിൽ അത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മാധ്യമപ്രവർത്തകരെ അടുപ്പിക്കുന്നില്ല എങ്കിൽ മാധ്യമലോകം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മറ്റ് രാഷ്ട്രീയക്കാരാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതിരിക്കട്ടെ, മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ കേരളത്തിൽ, ഇത് വടക്കേന്ത്യയൊന്നും അല്ലല്ലോ, UP അല്ല, ബീഹാർ അല്ല, മധ്യപ്രദേശ് അല്ല, കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലവും മാധ്യമപ്രവർത്തകർ അധികാര കേന്ദ്രത്തെ ഗുരുതരമായി വിമർശിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസമൊന്നും ഞങ്ങൾക്ക് നിലവിൽ അവശേഷിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയ തന്ത്രത്തെ കുറിച്ചാണ് ശ്രീ PK ഗോപൻ. അല്ല, അത് നമുക്ക് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശിപ്പിക്കുന്നതിന് RSS തടസ്സമായി നിൽക്കുന്നു എന്നൊരാക്ഷേപം ചെറിയൊരാക്ഷേപമല്ല. രണ്ടാമത്തെ പ്രശ്നം, അവിടെ രണ്ട് ഘട്ടം ശ്രീമതി മാധു സൂചിപ്പിച്ച രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഒരു വിഭാഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നു. ആ വിഭാഗമാണ് ഇദ്ദേഹം അവിടെ മത്സരിച്ചാൽ BJPയുടെ വോട്ട് കുറച്ച് ആനന്ദ് K തമ്പിക്ക് വേണ്ടി പ്രവർത്തിക്കാനിരുന്നവർ. അവരവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അവരാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. മറ്റേ വിഭാഗമാണ് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണ്. ഇപ്പോൾ BJP പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിരുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത് എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ആനന്ദ് K തമ്പി അവിടെ മണ്ണ് മാഫിയ, അത് ഞങ്ങൾ ഉന്നയിക്കുന്ന വാക്കല്ല, ഞാൻ സിംഗിൾ ഇൻവെർട്ടർ കോമേ പറയുകയാണ്, മണ്ണ് മാഫിയ എന്ന് ആക്ഷേപിച്ചവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്നത്. ഇത് അദ്ദേഹത്തിൽ ആനന്ദ് K തമ്പി നിൽക്കുകയാണോ? ഇന്നിതാ വൈകുന്നേരം ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിച്ചു. അവളെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവൾ സ്ഥാനാർത്ഥിയല്ല, അതല്ല വിഷയം. ആ പെൺകുട്ടി പറഞ്ഞത് അങ്ങനല്ല. ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതല്ല, ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നതിനെതിരായി എൻ്റെ മോറൽ സൈഡ് ചോദ്യം ചെയ്തുകൊണ്ട് BJP ക്യാമ്പയിൻ ആരംഭിച്ചു. അതൊരു പെൺകുട്ടി എങ്ങനെ സഹിക്കും? ഇവരെങ്ങനെയൊക്കെ ഈ മോറൽ സൈഡിന് ചാർട്ട് വരച്ചിട്ട് കൊടുക്കുന്നത്? ഓരോരുത്തർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരെങ്ങനെയാണ് മനുഷ്യരുമായി പെരുമാറേണ്ടത്, അവരുടെ സ്വകാര്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇവരെന്തിനാ തീരുമാനിക്കുന്നേ? അത് പെൺകുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ആൺകുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ ആക്കാത്തതിൻ്റെ കാരണമായി അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. ആ പെൺകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വിശദീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ. അത് മാത്രമാണോ? അതിന്റെ തൊട്ടടുത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം തിരുമല അനിൽ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്? 90% അദ്ദേഹം സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ 90% ലോണും എടുത്തുകൊണ്ട് പോയത് BJP പ്രവർത്തകർ. അവസാനം തിരിച്ചടവിന്റെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. അങ്ങനെ കൈവിട്ട സാഹചര്യത്തിൽ അദ്ദേഹം BJP നേതൃത്വത്തോട് കേണപേക്ഷിച്ചു എന്നെ രക്ഷിക്കാൻ. അവരെല്ലാവരും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് ഈ തൃക്കണ്ണാപുരത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങൾ എത്ര പേരെ കുരുതി കൊടുത്തിട്ടായി കേരളത്തിൽ ജയിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിക്ക് എന്റെ ബഹുമാന്യ സുഹൃത്തെ. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടായിരിക്കാം ഒരു തരത്തിലും ആ പാപബോധം ഏറ്റെടുക്കാൻ പാർട്ടിയില്ല എന്നൊരു നിലപാട് BJP സ്വീകരിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തത് പ്രാദേശികമായ വിരുദ്ധത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം.